എക്സാം സൈലം മറ്റേ അതില്ല പിന്നെന്തിനാ സൈലത്തിൽ നോക്കി പഠിച്ച അടിപൊളിയാണ്. സാറേ എക്സാം തൂക്കി സൈലം പറഞ്ഞേ വന്നിട്ടുള്ളൂ. ഹായ് മകളെ, അങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ് SSC വിദ്യാർത്ഥികൾ എപ്പോഴാണ് എക്സാം എഴുതി വരിക എന്നറിയാന്. ചോദ്യപേപ്പർ എങ്ങനെയാണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. കുട്ടിയോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇത്തവണ മാത്സ് എളുപ്പമാണോ ടഫാണോ ഒക്കെ നമുക്ക് നേരിട്ട് കുട്ടിയോട് തന്നെ ചോദിക്കാം. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആണോ? സന്തോഷം, അടിപൊളി. ഞാൻ എല്ലാ ലൈവും കാണി. ഞാൻ കുറേ സാറിന്റെ ക്ലാസ് കാണി. സാറിന്റെ ക്ലാസ് മാത്രം ഞാൻ തെരഞ്ഞെടുത്ത് കാണി. സാറിനോട് ഇങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും എനിക്ക് ഫൂക്കു സാറിനെ എങ്ങനെ കാണുന്നു, സാറിനോട് ഇങ്ങനെ താങ്ക് യു പറയുന്നൊക്കെ ഉണ്ട്. എക്സാം എളുപ്പമുണ്ടായിരുന്നോ? സൈലത്തിലെ ഡ്രോയിങ് ഒക്കെ എക്സാം ലൈവ് 3 എല്ലാം കണ്ടു. ക്ലാസ്സിലൊക്കെ കാണാറുണ്ടോ? ഇന്നലും കൂടെ ചിലതൊക്കെ നല്ലോണം എഴുതാൻ പറ്റും. പറയാനുള്ളത് അടിപൊളിയാണ്. ക്ലാസ് ഒക്കെ നന്നായി മനസ്സിലാവും. ജോയിൻ ചെയ്താൽ ഉപകാരം ഉണ്ടാവും. നല്ല ഉപകാരം. ഫുൾ മാർക്ക് വേണം. കുറെ ചിത്രങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല പ്രസേവനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് തോന്നുന്നത് കേട്ടോ. ബാക്കി നമുക്ക് ഇനി കുട്ടികളെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസിനെ പറ്റി പറയാനാണെങ്കിൽ ഫുക്കുസാറ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അസ്ത്രവശനെ പറ്റി പറയാനുള്ള കുട്ടികൾ? നന്നായിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരും. അത് ഫസ്റ്റ് തൊട്ട് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാല് ജോയിൻ ചെയ്തതിന്റെ ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? മൊത്തത്തില് മാറ്റമുണ്ട്, ഗ്രോത്ത് ഉണ്ട്. എങ്ങനെ പഠിക്കാനൊക്കെ ക്ലാസ്സുകളൊക്കെ മോഡലായിരുന്നു? അടിപൊളി. അതിലൊന്നും വേണ്ടല്ലോ. ഞാൻ ഡെയിലി കാണും. സാറേ എക്സാം തൂക്കി സൈലം പറഞ്ഞേ വന്നിട്ടുള്ളൂ. ക്ലാസ് കണ്ടിട്ട് എല്ലാം മനസ്സിലായി. പരീക്ഷ ഉണ്ട്. എന്താ അവസ്ഥ? ഞാൻ സൈലത്ത് പഠിക്കുന്നു. സൈലം മാനാന്തരല്ല ബിഷം സാറിനെ കൊണ്ട് ഞാൻ പാസ്സായി. അജിത് ബ്രോ ഉണ്ട്. അജിത് ബ്രോ സാർ മൂപ്പര് മുത്താണ്. സത്താണ്. അടിപൊളിയാണ്. ക്ലാസ്സുകൾ കാര്യമുണ്ടോ? വ്യക്തിയാണോ? നല്ല എക്സാം ആണ്. ഉപകാരപ്പെട്ടു. ക്ലാസ് പറഞ്ഞതൊക്കെ വന്നു. എന്താ അവസ്ഥ? ചെയ്യാൻ പറ്റുമോ? SSC പരീക്ഷ ഉണ്ടോ? അടിപൊളിയാണ്. ക്ലാസ്സുകളൊക്കെ കാണാം. എന്താ അവസ്ഥ? എന്നിട്ട് പരീക്ഷ ഉണ്ടോ? ഫുള്ള് കണ്ട് എനിക്ക് ഭയങ്കര ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടോ? എന്നിട്ട് എന്തായിരുന്നു? വ്യക്തിയായിരുന്നോ? ഫുള്ള് കണ്ട്. ഫുള്ളിട്ട് A+ കിട്ടും. ഫുൾ മാർക്ക് കിട്ടുമോ? ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ. അസ്ത്ര ബാച്ചിന് മീൻസ് വളരെ യൂസ്ഫുൾ ആണ്. അതിലെ ക്ലാസ്സസ് കണ്ടിട്ടാണ് ഞാൻ മാത്സ് എനിക്ക് വളരെ ലോ ആയിരുന്നു. അതിന് ഇപ്പൊ എത്ര എത്തിയത്? അടിപൊളി. ഒരു ക്ലാസ് തന്നെ 4 ക്ലാസ് ആക്കിട്ട് സാറൊക്കെ എടുക്കല്ലേ? ഡീറ്റെയിൽ ആക്കിട്ട് നല്ല മനസ്സിലുണ്ട്. ക്ലാസ് അടിപൊളി ക്ലാസ്. 11 മണിക്കൂറിന്റെ ലൈൻ ഫുള്ള് കണ്ടു. എന്നിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എളുപ്പമായിരുന്നു. ചെയ്യാൻ പറ്റി. A+ കിട്ടുന്ന ഒരു പരീക്ഷ ഉണ്ട്. എന്താ അവസ്ഥ? അടിപൊളി ക്ലാസ് ആണ്. ഒക്കെ മനസ്സിലാവണ്ടേ. എനിക്ക് സ്കൂളിൽ എടുക്കണേക്കാൾ കുറച്ചുകൂടെ മനസ്സിലാവണായി. സ്കൂളിന്റെ ടൈമിനെ ബാധിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് ഫ്രീ ആകുമ്പോ കാണാം. ഓക്കെ. ടീച്ചേഴ്സ് എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? അടിപൊളിയാണ്. എല്ലാ സബ്ജക്റ്റും എങ്ങനെയാണ്? ഓക്കെ ആണോ? സാറിന്റെ യൂട്യൂബത്തെ ലൈവും പിന്നെ ആ 11 മണിക്കൂറിന്റെ ലൈവ് ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ളിരുന്ന് കണ്ട് അത് കണ്ടപ്പോ എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നപ്പോ നല്ല എല്ലാ ക്ലാസ് കണ്ടിട്ട് സാറിന്റെ ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്തപ്പോ നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഇനി 9ാം ക്ലാസ്സോട് എന്താ പറയാനുള്ളത്? സൈലം മറ്റേ അതില്ല പിന്നെന്തിനാ പേടിക്കേണ്ട ആവശ്യമല്ലേ? ശരി, കാണാം. 9ാം ക്ലാസ്സിനോട് എന്താ പറയാനുള്ളത്? ആദ്യം മുതലേ പഠിച്ചാൽ കാര്യം ഉണ്ടാവില്ലേ? ആദ്യം മുതലേ പഠിക്കണം. നല്ല ടഫാണ്. ആദ്യം മുതലേ പഠിച്ചാലേ കിട്ടുള്ളൂ. ആദ്യം മുതലേ പഠിച്ചാലേ ഉള്ളൂ നല്ലപോലെ പഠിക്കാൻ. അല്ലെങ്കിൽ പ്രശ്നമാവും. ലാസ്റ്റ് ഭയങ്കര ടെൻഷനും പ്രഷറൊക്കെ ആവല്ലേ? ആദ്യം മുതൽ പഠിക്കാനൊക്കെ നല്ലതായിരിക്കും. ക്ലാസ്സുകൾ കാണുക, പഠിക്കുക, എളുപ്പമാക്കി തരും. സൈലത്തിൽ നോക്കി പഠിച്ച അടിപൊളിയാണ്. എക്സാം ചെയ്ത് ഒരുപാട് കുട്ടികൾ വന്ന് നല്ല എളുപ്പമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത എക്സാം ഒക്കെ അടിപൊളിയാക്കണം. നിങ്ങളുടെ കമന്റുകൾ നേരെ ചാറ്റ് കൊടുത്താൽ മതി.